നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കുപ്രസിദ്ധ ജൂറി ചെയർമാൻ അശുതോഷ് കൂപ്പിക്കുമാറാണ്. സാർ സ്വാഗതം. നമസ്കാരം. സാർ, ഞാൻ ആദ്യമേ തന്നെ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഷാറുഖ് ഖാൻ, എന്തുകൊണ്ട് ജവാൻ? നല്ല ചോദ്യം. ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് മാപ്രാണ് ബിവറേജിൽ ക്യൂ നിൽക്കായിരുന്നു. അപ്പോഴാണ് ജൂറിന്ന് വിളിച്ചിട്ട് ചോദിച്ചത് ഏതാണ് നല്ലതെന്ന്. സോ ഒബ്വിയസ്ലി ഞാൻ പെട്ടെന്ന് ജവാനാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവരത് അനൗൺസ് ചെയ്തു. ബട്ട് ദോഷം പറയരുതല്ലോ, ജവാൻ നല്ലതാണ്. ബിക്കോസ് കാശ് കുറവാണ്, പിന്നെ നല്ല കിക്കും കിട്ടും. സാർ, പക്ഷേ ആ ജവാനും ഈ ജവാനും തമ്മിൽ എന്ത് ബന്ധം? നല്ല ബന്ധമുണ്ട്. നിങ്ങൾ ജവാൻ സിനിമ കണ്ടിട്ടോ? അതിൽ ഷാറുഖ് ഖാൻ ഡബിൾ റോളാണ്. ഈ ജവാൻ അടിച്ചാലോ നമുക്കെല്ലാം ഡബിളായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ട്രൈ ചെയ്യണം. ഇവിടെ ഇരിക്കുന്നുണ്ട്, വേണം? അത് വേണ്ട സാർ, ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം. എന്തുകൊണ്ട് ആടുജീവിതം തഴയപ്പെട്ടു? എന്തുകൊണ്ട് പൃഥ്വിരാജിന് നിങ്ങൾ അവാർഡ് കൊടുത്തില്ല? ഗുഡ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആടുജീവിതം കണ്ടുണ്ടോ? അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഗോട്ട് ലൈഫ്. ഈ ഫിലിമിൽ എവിടെയാണ് ഗോട്ടുള്ളത്? അതിൽ ഫുള്ള് ഗോട്ടല്ലേ? നോ, ഷീപ്പാണ് ഉള്ളത്. സോ ഫിലിമിൻ്റെ പേര് ഷീപ്പ് ലൈഫ് എന്നാക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഫിലിമിൻ്റെ നെയിമും ഫിലിമും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് കൊടുക്കാഞ്ഞത്. പിന്നെ പൃഥ്വിരാജിൻ്റെ കാര്യം, ദിസ് ഗൈ ഈസ് ടെല്ലിങ് ദാറ്റ് ഇവന് എല്ലാ ഡയറക്ടേഴ്സിൻ്റെ കഥ അറിയാതെ, ഈവൻ എൻ്റെ നെക്സ്റ്റ് ഫിലിമിൻ്റെ കഥ വരെ അവനറിയാമെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടു. ഈവൻ എനിക്ക് വരെ ആ കഥ അറിയില്ല. അതെങ്ങനെ അവനറിയാം? ഞാൻ അപ്പോഴേ അവനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കൊടുക്കില്ല. ഇനി ഞാൻ അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കാം. വലിയ കാര്യമൊന്നുമില്ല. സാറെന്തിനാണ് ഈ കേരള സ്റ്റോറിയുടെ ഡയറക്ടറിന് അവാർഡ് കൊടുത്തത്? നിങ്ങൾ ഈ ക്യാമറ ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ക്യാമറ ഓഫ് ആണെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ കേരള സ്റ്റോറിയുടെ ഡയറക്ടർ ഉണ്ടല്ലോ, ഹീസ് എ വെരി ബ്രില്യൻറ്റ് ഡയറക്ടർ. എന്താ കാരണം എന്നല്ലേ? ബിക്കോസ് അവൻ നന്നായിട്ട് വൈറ്റ് വാഷ് ചെയ്യും. ഇങ്ങനെ ഒരു സ്റ്റോറി ഇത്രയും നന്നായിട്ട് വൈറ്റ് വാഷ് ചെയ്യാൻ അവന് പറ്റുള്ളൂ. ബിക്കോസ് അവന് മുമ്പ് വൈറ്റ് വാഷ് ജോലിയായിരുന്നു. അപ്പോൾ എൻ്റെ വീട് വൈറ്റ് വാഷ് ചെയ്യാൻ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറമാനാ? അവൻ്റെ അസിസ്റ്റൻ്റാണ്. അപ്പോൾ രണ്ടുപേരും കൂടി വന്നാൽ പകുതി പൈസ കൊടുത്താൽ മതിയല്ലോ. അത് മാത്രമല്ല, കാരണം ഞാൻ കുറേ നല്ല സിനിമകൾ ചെയ്തിരുന്നു, അതിനൊന്നും എനിക്ക് അവാർഡ് തന്നില്ല. അപ്പോൾ അതിൻ്റെ ദേഷ്യം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഇവനൊക്കെ അവാർഡ് കൊടുക്കും. നിനക്കും അവാർഡ് വേണ്ട, നിനക്കും ഞാൻ തരാം. സാർ, അവാർഡ് വേണ്ട, 10 ml ജവാൻ കിട്ടും. 10 ml ജവാൻ. സോ യു ലൈക്ക് ജവാൻ അല്ലേ? ഞാൻ 10 ml ജവാൻ തരാം. എന്നിട്ട് നീ കേരള സ്റ്റോറി കണ്ടു നോക്കുക. അപ്പം നിനക്ക് ഇഷ്ടമാവും. എനിക്ക് അങ്ങനെ ഇഷ്ടമായത്. അങ്ങനെയാണല്ലോ ഞാൻ അവാർഡ് കൊടുത്തത്.